കാസർഗോഡ് ബളാലിൽ SIR ജോലിക്കിടെ BLO കുഴഞ്ഞു വീണു. മൈക്കയം അംഗനവാടിയിലെ അധ്യാപിക ശ്രീജയാണ് കുഴഞ്ഞു വീണത്. ഫോമുകൾ വിതരണം ചെയ്യുന്നതിനിടെ തലകറങ്ങി വീഴുകയായിരുന്നു. കുഴഞ്ഞു വീണ ശ്രീജയെ കൊന്നക്കാടുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ചികിത്സ നൽകി. തുടർന്ന് ആരോഗ്യനില മെച്ചപ്പെട്ടതിനെ തുടർന്ന് ശ്രീജ ആശുപത്രി വിട്ടു എന്നുള്ള വിവരവും കൂടി ലഭിക്കുന്നു. BLOമാർക്ക് അമിത ജോലിഭാരമെന്ന ആരോപണം ശക്തമാകുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം കൂടി ഉണ്ടായത്. ഈ ഒരു സംഭവം ഉണ്ടായത് കാസർഗോഡാണ്. കാസർഗോഡ് ബളാലിലാണ്. SIR ജോലിക്കിടെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള നടപടികൾ സംസ്ഥാനമെങ്ങും BLOമാർ സ്വീകരിച്ചു വരികയാണ്. ഇത്തരത്തിൽ ഈ ഒരു ജോലിയിൽ വ്യാപൃതയായിരിക്കുന്ന ആ ഒരു സമയത്താണ് ഈ മൈക്കയം അംഗനവാടിയിലെ അധ്യാപിക കൂടിയായിട്ടുള്ള ശ്രീജ ബൂത്ത് ലെവൽ ഓഫീസറാണ് കുഴഞ്ഞു വീണത്. ഫോമുകൾ വിതരണം ചെയ്യുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു തലകറക്കം വരികയും കുഴഞ്ഞു വീഴുകയും ചെയ്തത്. ഉടൻ തന്നെ കൊന്നക്കാടുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് ഈ കുഴഞ്ഞു വീണ ഈ അധ്യാപിക കൂടിയായ ശ്രീജയെ പ്രവേശിപ്പിച്ചു. പിന്നീട് ചികിത്സ നൽകി. അത്രത്തോളം ഗുരുതരമായിരുന്നില്ല. പെട്ടെന്ന് അതിനെ തുടർന്ന് ആരോഗ്യനില മെച്ചപ്പെട്ടതിന് പിന്നാലെ ശ്രീജ ആശുപത്രി വിടുകയും ചെയ്തു. എന്നിരുന്നാലും ഇത്തരത്തിലൊരു അപകടം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സംഭവം എന്തുകൊണ്ട് നേരിട്ടു എന്നുള്ള ചോദ്യം അത്രത്തോളം ശക്തമായി നിൽക്കുന്നു. ജോലി ഭാരമാണോ എന്നുള്ള ചോദ്യമൊക്കെ തന്നെ ആ ചോദ്യത്തിന് ശക്തിയേറുന്നു എന്നുള്ളതാണ്. BLOമാർക്ക് അമിത ജോലി ഭാരം എന്നുള്ള ഒരു ആരോപണം ശക്തമാകുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഒരു സംഭവം. അത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് മൂർച്ച കൂട്ടുന്ന തരത്തിലേക്ക് പുറത്തു വരുന്നത്. കാസർഗോഡ് ബളാലിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ ജോലിക്കിടെ SIR ജോലിക്കിടെ ബൂത്ത് ലെവൽ ഓഫീസർ കുഴഞ്ഞു വീണിരിക്കുന്നു. മൈക്കയം അംഗനവാടിയിലെ അധ്യാപിക ശ്രീജയാണ് കുഴഞ്ഞു വീണത്. ഫോമുകൾ വിതരണം ചെയ്യുന്നതിനിടെയാണ് തലകറങ്ങി വീണത്. കുഴഞ്ഞു വീണ ഉടൻ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകി. പിന്നീട് ആരോഗ്യനില മെച്ചപ്പെട്ടു. ശ്രീജയ പിന്നീട് ആശുപത്രി വിട്ടു. മിത ജോലി ഭാരമാണോ എന്നുള്ളതിൽ വ്യക്തതയില്ല. എന്തായാലും ആ ഒരു ആരോപണം ശക്തമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം കാസർഗോഡ് ഉണ്ടാകുന്നത്.